നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരോട് ചെറിയൊരു കാര്യം, നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓൺലൈൻ സർവീസുകൾ. നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെ ഈ വില്ലേജായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ, നമ്മളിപ്പോൾ നികുതി അടയ്ക്കുക, പിന്നെ നമ്മുടെ ആധാർ കാർഡ് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുക, അങ്ങനത്തെ ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ അക്ഷയയിലൊക്കെ പോയി ചെയ്യുന്ന സർവീസുകളൊക്കെ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് അധികം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നുള്ളത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന തൊഴിലവസരങ്ങൾ. ഇപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, PSCയിലായിക്കോട്ടെ, SSCയിലായിക്കോട്ടെ, പിന്നെ അതല്ലാതെ മറ്റു ബാങ്കിങ്, അങ്ങനെ ഒരുപാട് മിലിറ്ററി, ആർമി, അതിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ മൊബൈൽ ഫോൺ വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ് നമ്മൾ അധികം ഇതിൽ ചെയ്യാറ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അക്ഷയയിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കാണ്. നമ്മളൊരു ദിവസം തന്നെ നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം കുറേ പേര് ഒരുപാട് അപേക്ഷകളും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ചെറിയൊരു സപ്പോർട്ട്, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓരോ തൊഴിലവസരം അപേക്ഷിക്കാം എന്നുള്ള ഒരു വിവരണം എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോൾ ഈ മൊബൈൽ ഫോണോട് നമ്മൾ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് കുറേ സംശയങ്ങളുണ്ട്. അതായത് ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം നമ്മളിപ്പോൾ ഞാൻ പറയാറുണ്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അത് PDF മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ. പക്ഷെ അതിൽ ഒരുപാട് പേർക്ക് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അതായത് ഒരു ഫോട്ടോ കമ്പയർ ചെയ്യുമ്പോൾ സൈസ് കൂടുതലാണ്, കുറയ്ക്കാൻ പറ്റണില്ല. അതേപോലെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ പറയുന്ന സൈസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ കുറേ എററുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു നിർദ്ദേശങ്ങൾ, അതായത് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഒരു ഡോക്യുമെന്റ്സ്, അതായത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് ഫോണിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് JPG സൈസിലാവും കിട്ടുക. അത് PDF മാറ്റാനും, അതിപ്പോൾ PDF നമ്മൾ മാറ്റുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈസ് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു 500 KB 600 KB ഒക്കെ ഉണ്ടാവും. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ വെറും 200 KB താഴെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് സൈസ് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഞാനത് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനിൽ തന്നെ അതിൻ്റെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ നമുക്ക് ഇതിനെ സ്റ്റെപ്പായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് I love PDF എന്നുള്ള ഈ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ കാണാം. നമ്മൾ കംപ്രസ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്, PDFകൾ തമ്മിൽ മെർജ് ചെയ്യണത്, JPG PDF ആക്കണത്, PDF JPG ആക്കണത്, എന്തുവേണം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും എളുപ്പം തോന്നുന്ന വെബ്സൈറ്റുകൾ ഏതാണോ അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ചെറിയൊരു ഡെമോ നോക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതായത് I love PDF എന്നുള്ള സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈനായിട്ട് നമ്മുടെ I love PDFൻ്റെ ഒരു ലോഗോ കാണാം. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഓൾ PDF ടൂൾസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ്, അതായത് നമ്മൾ ഈ സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസുകളും അതിൽ എഴുതി കാണിക്കും. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം, അതായത് JPG എങ്ങനെ PDF ആക്കാന്നുള്ളത്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത് JPG ആയിരിക്കും. അത് നമുക്ക് ആദ്യം PDF ഫയലായിട്ട് അങ്ങനെ മാറ്റാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന പേജിൽ നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സെലക്ട് JPG ഇമേജ് എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയാണ് ഓപ്പൺ ആവുക. അതായത് നമ്മൾ എടുത്ത ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലസ് ചിഹ്നം കാണാം. അത് ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലാണ്ട് റൈറ്റ് സൈഡിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഈ ഫോട്ടോ പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ ചോദിക്കുന്നുണ്ട്. അത് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഇതിൻ്റെ സൈസ്, അതായത് നമ്മുടെ PDFൻ്റെ സൈസ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ A4 സൈസ് വേണോ, ലെറ്റർ വേണോ, അങ്ങനെ ഒരുപാട് സൈസുകൾ കാണിക്കുന്നുണ്ടാവും. ആ സൈസ് നമ്മൾ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ ആകുമ്പോൾ A4 സൈസ് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ആ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ മാർജിൻ വേണോന്നൊക്കെ ഉള്ളത് അത് നോ മാർജിൻ കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് റൈറ്റ് സൈഡിൽ കൺവേർട്ട് PDF എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ PDF മാറിയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. അഥവാ ഡൗൺലോഡ് ആയില്ലെങ്കിൽ ആ ഡൗൺലോഡ് PDF കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പം എങ്ങനെയാണ് നമ്മൾ ഫോണിലെടുത്ത ഒരു ഫോട്ടോ നമ്മൾ PDF മാറ്റണത്, അതായത് JPG ഫോർമാറ്റിലുള്ള ഒരു ഫോട്ടോ PDF ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റണത്. ഇനി നമുക്ക് വരുന്ന മറ്റൊരു സംശയമാണ് ഇതെങ്ങനെ നമുക്ക് സൈസ് കുറയ്ക്കാം എന്നുള്ളത്. കാരണം ഈ ഒരു ഫോട്ടോ ചിലപ്പോൾ 500, 600, 700 KB ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടത് മാക്സിമം 200 KB, 300 KB,
ചിലപ്പോൾ 500 KB താഴേക്ക് നമ്മൾ അപ്ലോഡിങ്ങിന് സാധിക്കുള്ളൂ. അപ്പോൾ ഈ PDF ഫയൽ നമുക്ക് കംപ്രസ് ചെയ്യണം. അതിന് വീണ്ടും നമ്മൾ ആയാലോ PDF-ൻ്റെ വെബ്സൈറ്റിലേക്ക് ഒന്നുകൂടി കയറുക. എന്നിട്ട് നമ്മൾ ഓൾ PDF ടൂൾ സെലക്ട് ചെയ്യുക. അതിൽ നടുക്കിലായിട്ടുള്ള ഓപ്ഷനിൽ കാണാം കംപ്രസ് PDF എന്നുള്ള ഒരു ഓപ്ഷൻ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്ത പോലെ തന്നെ അതിൽ ആ PDF സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ റെഡ് കളർ അതിൽ സെലക്ട് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ ആ ഡോക്യുമെന്റ്സിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് കംപ്രസ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു 3 ഓപ്ഷൻ കാണാം. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കംപ്രസ് ആവും, അത് നല്ലോണം സൈസ് കുറയും. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും നല്ലോണം കുറയും. നടുക്കൽ തന്നെ ഒരു മീഡിയം ലെവൽ, ഇപ്പം നമുക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കംപ്രസ് ചെയ്താൽ വെച്ചാൽ നടുക്കൽ സെലക്ട് ചെയ്യാം. പിന്നെ ഏറ്റവും താഴെയുള്ളത് ചെറുതായിട്ട് കംപ്രസ് ആവുള്ളൂ. അതിപ്പോൾ ഒരു 500 KB എന്നുള്ളത് ഒരു 400 KB അങ്ങനെ ചെറുത് കംപ്രസ് ആവുള്ളൂ. പക്ഷേ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നടുക്കിലത്ത് സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഫയല് കംപ്രസ് ആവുകയും ചെയ്യും, എന്നാൽ ഒരുവിധം മെച്ചപ്പെട്ട ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെയായിട്ട് കംപ്രസ് PDF എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും, അതായത് നമ്മുടെ ഫയൽ എത്ര ഉണ്ടായിരുന്നു, അത് കംപ്രസ് ചെയ്തപ്പോൾ എത്ര KB മാറി എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിന് തൊട്ട് താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവാറുണ്ട്. ചില സമയത്ത് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. നേരെ നമ്മുടെ ഫോൾഡറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയാണ് നമ്മൾ ഒരു JPG ഫോർമാറ്റ് നമ്മൾ എടുത്തൊരു ഫോട്ടോ PDF-ലേക്ക് മാറ്റുന്നതും PDF ഫയല് നമുക്കിപ്പോൾ ഒരു സൈസ് കുറയ്ക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ കംപ്രസ് ചെയ്യുന്നതും. അപ്പോൾ ഈ 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോൻ്റെ സൈസ്, ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നീളം എത്ര വേണം, വീതി എത്ര വേണം, അതിൻ്റെ ഫയൽ സൈസ് 50 KB താഴെ ആവണം, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു വെബ്സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഗൂഗിളിൽ ഇമേജ് റീസൈസർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ ലവ് ഇമേജ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന സൈറ്റ് ഏതാണോ ആ സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഐ ലവ് ഇമേജ് എന്നുള്ള ആ ഒരു സൈറ്റിൽ എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ആക്കാം. ആ സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് അതിൽ ചെയ്യുന്ന സർവീസുകളുടെ ഒരു ഓപ്ഷൻ കാണാം. അതായത് ഓൾ ഇമേജ് ടൂൾസ് എന്നുള്ളത്, മറ്റേതിൽ ഓൾ PDF ടൂൾസ് ആയിരുന്നു, ഇതിൽ ഓൾ ഇമേജ് ടൂൾസ് എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന സർവീസുകൾ, ഇപ്പോൾ ഫോട്ടോ കംപ്രസ് ചെയ്യുക, സൈസ് മാറ്റുക, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇമേജ് റീസൈസർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാൻ കാണിക്കും. ആ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗാലറിക്ക് പോകും. ഗാലറിയിൽ നിന്ന് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വിഡ്ത്ത് എത്ര വേണം, ഹൈറ്റ് എത്ര വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പം അത് എത്രയാണോ നമ്മുടെ അപ്ലോഡിങ്ങിന് വേണ്ടി പറയണത് ആ സൈസൊക്കെ അവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷമായിട്ട് അടിയിലായിട്ട് റീസൈസ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുത്ത സൈസിൽ നമുക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ എടുത്ത ഫോട്ടോന് KB ഇപ്പോൾ കൂടുതലാണെങ്കിൽ അതിൽ തന്നെ കംപ്രസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് PDF കംപ്രസ് ചെയ്തപ്പോൾ അതേ മെത്തേഡിൽ തന്നെ നമുക്കിതിൽ കംപ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 2 വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സൈറ്റ് യൂസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരുപാട് സൈറ്റുകൾ ഗൂഗിളിലുണ്ട്. നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം വന്ന സൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റണ നല്ലൊരു വെബ്സൈറ്റിൽ നിങ്ങളിത് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒരു അപേക്ഷ അയക്കുമ്പോൾ അവർ പറഞ്ഞ സൈസിലേക്ക് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ആ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ജോബ് നോട്ടിഫിക്കേഷനും ആ ജോബ് നോട്ടിഫിക്കേഷൻ നമ്മളതിനെ അപേക്ഷിക്കണമെന്നും ഉള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.